ഹായ് കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എനിക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഒന്ന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സോട് പറയാനുള്ളത്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനിവിടെ മാറ്റിയിട്ടുള്ളത് ചേഞ്ച്. കവിതയുടെ സ്വപ്നങ്ങൾ എന്നായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അത് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജോയ് ഓൺ വീൽസ് എന്നാണ് എൻ്റെ പുതിയ നെയിം ഞാൻ മാറ്റിയിട്ടുള്ളത്. അതായത് ചക്രങ്ങളിലെ സന്തോഷം. നമ്മളെ വാഹനം, നമ്മളുടെ കാലും കൈകളൊക്കെ നമ്മൾ വീൽ ചെയർ ആണല്ലോ. അപ്പോൾ വീൽ ചെയറിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന നമ്മളുടെ സന്തോഷങ്ങളും ഇതൊക്കെയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു യൂട്യൂബിൽ എൻ്റെ പേര് ചേഞ്ച് ചെയ്തത്. ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ കവിതയുടെ സ്വപ്നങ്ങൾ എന്ന പേരിലായിരുന്നു കണ്ടത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എന്നെ ഇത്ര ആളും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഇനി അങ്ങോട്ടും എന്നെ എല്ലാ സപ്പോർട്ടും നിങ്ങളോട് ഉണ്ടാവണം. എൻ്റെ ചാനൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനും എല്ലാം മടിക്കരുത്. കാരണം എൻ്റെ എല്ലാ വിശേഷങ്ങളും, എൻ്റെ ലോകവും എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിങ്ങളൊക്കെയാണ്. നിങ്ങളൊക്കെ എൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു ചാനലോട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനും മടിക്കരുത്. എൻ്റെ യൂട്യൂബിൻ്റെ പുതിയ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ബിജുവേട്ടന് സുഖമില്ലാത്തതുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡ് ബിജുവേട്ടൻ എല്ലാവർക്കും അറിയാം. ഏട്ടന് വയ്യാത്തതുകൊണ്ട് ഓപ്പറേഷൻ, ഒരു ചെറിയൊരു ഓപ്പറേഷൻ കാര്യമൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെയൊക്കെ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. ഇന്നലെ ഏട്ടൻ്റെ സർജറി കഴിഞ്ഞു. അപ്പം അതൊരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കിയ കാര്യമായിരുന്നു. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ആ ഒരു വിഷമത്തിലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സർജറി കഴിഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെയൊന്നും വീഡിയോ ഇടാഞ്ഞത്. ഇന്നലെ സർജറി ചെയ്തു, ഏട്ടനെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ മാസം 24-ാം തീയതിയാണ് ബിജുവേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിന്. 24-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. ഇന്നലെ 30-ാം തീയതി ഇന്നലെ സർജറി ചെയ്തു. അങ്ങനെ സർജറി ചെയ്തു റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളാകെ ഡൗൺ ആയി പോകുന്നത്. അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകുമ്പോൾ, ഇതുപോലുള്ള ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ആകെ ഒരു ടെൻഷനായിരിക്കും. എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴൊക്കെ എന്നും ഉണ്ടാവും അവർക്ക് ഓരോരോ പരീക്ഷണങ്ങൾ. എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാകുമ്പോൾ അടുത്ത ആർക്കും ഒരാൾക്ക് ഒരു പണി കിട്ടും. എങ്ങനെയൊക്കെയാണ് പോകുന്നത്. കൂട്ടുകാരെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവണം. 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും സഹകരണവും ഒക്കെ വേണം. നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കൂട്ടണം. എന്നെ എൻ്റെ ബിജുവേട്ടനെയും ചേർത്ത് പിടിക്കുക. നമ്മളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി സന്തോഷം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. തുടർന്ന് അങ്ങോട്ടും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ, എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് എന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.